കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും എംഎൽഎ സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇരുവരെയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകും എന്ന് കെഎസ്ആർടിസി ഡ്രൈവർ യദു പറഞ്ഞു. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്, മേയറെയും എംഎൽഎയും. ഇതേത് സാഹചര്യത്തിലാണ് ഈ ഒഴിവാക്കൽ എന്നാണ് മനസ്സിലാകുന്നത്? ലക്ഷ്മി, ഏറെ വിവാദം സൃഷ്ടിച്ച കേസായിരുന്നു കെഎസ്ആർടിസി ഡ്രൈവറായിട്ടുള്ള യദുവിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും എംഎൽഎ സച്ചിൻ ദേവും ഇടപെട്ടു എന്നതുൾപ്പെടെയുള്ള അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ അത് വലിയ വിവാദമാവുകയൊക്കെ ഉണ്ടായി. ഭീഷണിപ്പെടുത്തി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ബസ്സിൽ അതിക്രമിച്ച് കയറി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യദു കോടതിയിൽ പോയത്. പോലീസ് യദുവിന്റെ പരാതിയിൽ കേസെടുക്കാനോ അന്വേഷണം നടത്താനോ തീരുമാനിച്ചിരുന്നില്ല. അതിന് പിന്നാലെ കോടതിയിൽ പോയി കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ യദുവിന്റെ പരാതിയിൽ അന്വേഷണം നടന്നത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. പക്ഷേ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, ബന്ധു, വാഹനം ഓടിച്ച അരവിന്ദ്, ആര്യയുടെ ബന്ധു, ഈ ആളുകളെയൊക്കെ പ്രതികളാക്കിയാണ് കേസെടുത്തിരുന്നത്. പക്ഷേ അത് കുറ്റപത്രത്തിലേക്ക് കടക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ആ പ്രതിപട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. രണ്ടുപേരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാധാരണ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ സാധാരണ ആ ബസ് ഓടേണ്ട റൂട്ടിലല്ല സഞ്ചരിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാളയം വഴിയാണ് ബസ് പോയത്. പക്ഷേ ആ റൂട്ടല്ല നിശ്ചയിച്ചിരുന്നത്. ആ റൂട്ടിൽ തെറ്റായിട്ടാണ് വാഹനം പോയത് എന്ന് മാത്രമല്ല, ഈ പരാതിക്കാരനായിട്ടുള്ള യദുവിന് സമാനമായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉണ്ട്. അത് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പരാതിയാണ്. ബസ് കടന്നു പോകുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചു യദു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ യദുവിനെതിരെ പരാതി നൽകിയിരുന്നത്. ആ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അതിലൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് സംബന്ധിച്ചുള്ള മെമ്മറി കാർഡ് പരിശോധനയൊക്കെ ഇന്നും എവിടെയും എത്താത്ത അവസ്ഥയിലായതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ യദു നൽകിയ കേസിൽ കുറ്റപത്രത്തിലേക്ക് കടക്കുമ്പോൾ ഈ രണ്ടുപേരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ആ ഘട്ടത്തിലും വാഹനം തടഞ്ഞു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇരുവരും യദുവിനോട് കയർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും പോലീസ് മുഖവിലക്കെടുക്കാതെ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെയും എംഎൽഎ സച്ചിൻ ദേവിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് കുറ്റപത്രം. അതിൽ വാഹനം ഓടിച്ചിരുന്നത് മേയറുടെ ബന്ധുവായിട്ടുള്ള അരവിന്ദ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഡ്രൈവറാണ് വാഹനം മുന്നിലിട്ട് തടഞ്ഞു നിർത്തിയത്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദിനെതിരെ ദുർബലമായ ചില വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ റോൾ വഹിച്ച ആളുകൾ മേയറും സച്ചിൻ ദേവും ഒക്കെയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതിനൊക്കെ അവർ പറയുന്ന കാരണങ്ങൾക്ക് ചില യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. കാരണം ഈ യദുവിന്റെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഇടപെട്ടതെന്നൊക്കെ പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്. എങ്കിൽ കൂടിയും ആ വാഹനം തടഞ്ഞു നിർത്തുകയും ആ തർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. യാത്രക്കാരുണ്ടായിരുന്ന വാഹനമാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഈ MLAക്കും മേയർക്കും എതിരെയുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ ഇരുവരെയും ഒഴിവാക്കിക്കൊണ്ടൊരു കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ കോടതിയിൽ പോകുമെന്ന് തന്നെയാണ് യദു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ വാഹനത്തിന്റെ കണ്ടക്ടർക്കാണ് തെറ്റുപറ്റിയതെന്ന് യദു പറയുന്നുണ്ട്. കാരണം ആ റൂട്ടിലേക്ക് പോകണോ, ഏതാണ് റൂട്ട് എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് കണ്ടക്ടറാണ്. അതിനനുസരിച്ചാണ് താൻ പ്രവർത്തിച്ചതെന്ന് യദു പറയുന്നു. ഇനി നൽകുന്ന പരാതിയിൽ ഈ കണ്ടക്ടറെ കൂടി പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും കോടതിയിൽ യദു ഇനി ഹർജി നൽകാൻ പോവുക. ലക്ഷ്മി.